അത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു അജണ്ട തന്നെ എന്താണ്? ലഹരി നമ്മളെ രാജ്യത്ത് തുടച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ വാർഡ് തലത്തിലും ചെറിയ ചെറിയ ക്ലബ്ബുകളിലും ആൾക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് ക്ലാസ് കൊടുത്ത് നമ്മൾ ഈ ലഹരി വസ്തുക്കൾ തുടച്ചു നോക്കുക എന്നുള്ള അജണ്ടയുമായി ബന്ധപ്പെട്ട് ആണ് നിങ്ങൾക്ക് ഇത് ബോധവൽക്കരണ ക്ലാസ് തരുന്നത്. പക്ഷേ ഈ ക്ലാസ്സുകൾ കേട്ടിട്ടോ ക്ലാസ്സുകൾ കേട്ടിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ക്ലാസ്സുകൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, അല്ലേ? ഞാൻ ലഹരി ഉപയോഗിക്കത്തില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലഹരി തുടച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ വീടുകളിലും കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലോ മറ്റ് അധികാരികളെയോ അല്ലെങ്കിൽ എക്സൈസിലോ അവിടേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമേ തന്നെ ഇത് മാറ്റാൻ സാധിക്കും. അതായത് ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലഹരി എന്ന് പറയുന്നത് നാച്ചുറൽ ഡ്രഗ്സ് അല്ല. അതായത് മയക്കുമരുന്ന് പോലെയുള്ള നമ്മളെ ഈ പ്രകൃതിയിൽ കിട്ടുന്ന മയക്കുമരുന്നുകൾ മാത്രമല്ല, സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്. അത് ഒരു ട്രിപ്പ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ തോന്നും. അപ്പോൾ അബദ്ധവശാൽ നമ്മളെ വീട്ടിലൊരു കുട്ടി അത് ഉപയോഗിച്ചെന്ന് കരുതിക്കോട്ടെ. കുട്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അബദ്ധവശാൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സ്കൂളിൽ പഠിക്കുക, കോളേജിൽ പഠിക്കുക, ആരെങ്കിലും കൊടുക്കുന്ന സമയത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വീട്ടിൽ അതുവരെയുള്ള ലക്ഷണങ്ങൾ, അതുവരെ നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ആ മാറ്റം കാണാൻ പറ്റുന്ന ആർക്കാണ്? രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും മാത്രമാണ് കാണാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ അവരെന്ത് ചെയ്യണം? അവരെത്രയും പെട്ടെന്ന് അത് ശ്രദ്ധിക്കുകയും അത് അധികാരികളെ അറിയിക്കുകയും അത് നമുക്ക് മാറ്റിയെടുക്കണം. പക്ഷെ വീണ്ടും ഉപയോഗിച്ചാൽ പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. കേട്ടോ മക്കളെ, പറഞ്ഞ മനസ്സിലായോ? ഒരിക്കലും പറ്റത്തില്ല. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ആൾക്ക് കൊടുക്കുകയോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ ശ്രമിക്കണം. പിന്നെ ഇവിടുത്തെ കേസുകളാണെങ്കിൽ നമ്മൾ ഇദ്ദേഹം എല്ലാത്തിനും ഓടി നടക്കുന്ന ഒരു മെമ്പറാണ്, അദ്ദേഹത്തെ അറിയിച്ചാലും മതി. അപ്പോൾ നമുക്ക് തുടച്ച് നിൽക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ ഡ്രഗ്സോ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണം. യുവതലമുറയെ നശിപ്പിക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ ലഹരി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളെയൊക്കെ ഇപ്പം ഇവിടുത്തെ കോമൺ ആൾക്കാർ ഇപ്പം ബീവറേജസുകളായാലും മദ്യം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ബാറുകളിലായാലും ഇപ്പം ഈ ഒരു 20-നും 30-നും ഇടയ്ക്കുള്ള കുട്ടികളെ കാണാനില്ല, യുവാക്കളെ കാണാനില്ല. കാര്യം എന്താണ്? അവർക്ക് ആർക്കും ഇപ്പം മദ്യം വേണ്ട. ഇപ്പോഴാ 30 വയസ്സിനും അല്ല 35 വയസ്സിനും അതിന് മുന്നോട്ടുള്ള ആൾക്കാരെ ബീവറേജിൽ ക്യൂ ഉള്ളു. കറക്റ്റല്ലേ? നമ്മൾ കാണുന്നതാണ്. എന്തുകൊണ്ടാണ് കാര്യം? അവർക്ക് ഇപ്പം മദ്യം വേണ്ട. നമുക്ക് അറിയാവുന്നില്ല എന്താണ് മദ്യമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം മദ്യമല്ലായിരുന്നു, അതല്ലേ അറിയാള്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അവർക്ക് ആർക്കും അത് വേണ്ട. എന്തുകൊണ്ടാണ്? എന്താ കാര്യം? അത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരും. പക്ഷെ ഈ മയക്കുമരുന്ന്, സിന്തറ്റിക് ഡ്രഗ്സ്, കഞ്ചാവ്, MDMA എന്നൊക്കെ പറയുന്ന മറ്റ് ഡ്രഗ്സുകൾ, അല്ലെങ്കിൽ മെറ്റാഫെറ്റാമിൻ, ഹാഷിഷ് ഓയിൽ, അങ്ങനെ കുറേ ഡ്രഗ്സ് ഉണ്ട്. ഈ ഡ്രഗ്സൊക്കെ ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ മദ്യം കഴിക്കുന്നതിനേക്കാൾ എഫക്റ്റാണ്. ഓക്കെ, മദ്യം കഴിക്കുന്ന എഫക്റ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ യുവാക്കൾ ഇതിനെതിരെ ഇത് വാങ്ങിക്കാൻ പോണത്, ഇത് വാങ്ങിച്ച് എങ്ങനെ ഉപയോഗിക്കാൻ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും പേരേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങളെ കുട്ടികളെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അത് മാത്രമേ എനിക്ക് നിങ്ങളടുത്ത് പറയാറുള്ളൂ. ഓക്കെ, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ബാക്കിയെല്ലാം നമ്മൾ രജീഷ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മളെ മെമ്പർ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ സംസാരിക്കുന്നില്ല. എന്തെങ്കിലും അറിവ് കിട്ടുവാണെങ്കിൽ ഞങ്ങളെ അറിയിക്കുക എന്നേ ഉള്ളൂ.